അടച്ചുറപ്പില്ലാത്ത അങ്ങേയറ്റം ശോചനീയമായ ഇടത്താണ് 26 കുടുംബങ്ങൾ കഴിയുന്നത്. കോളനിയിലെ 26 കുടുംബങ്ങൾക്കും കൂടി ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രം. കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ദുരിത കാഴ്ചകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ നവംബറിലാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം കേരള സർക്കാർ നടത്തുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏലൂർ നഗരസഭയിലെ പാതാളം എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോഴും സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, കിടപ്പാടമില്ലാത്ത, ടോയ്ലറ്റുകളില്ലാത്ത 26 കുടുംബങ്ങളുണ്ട്. അവരുടെ ദുരിത കാഴ്ചകൾ കണ്ടുവരാം. നഗരസഭ 11-ാം വാർഡിലെ പഞ്ചായത്ത് കോളനി ദുരിതങ്ങളുടെ ദുരന്തകഥ പേറുന്ന ഇടമാണ്. 26 കുടുംബങ്ങൾ അവിടെ ജീവിച്ചു തീർക്കുന്നത് സ്വന്തം സാഹചര്യങ്ങളോട് പടപൊരുതിയാണ്. ആകെയുള്ള 26 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രമാണ്. അവിടെയാകട്ടെ വേണ്ടത്ര സൗകര്യങ്ങൾ പോലുമില്ല. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 45 വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട്. ഞങ്ങൾ അന്ന് തുടങ്ങി ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീടും ഇല്ല, ഒരു അഡ്രസ്സും ഇല്ലാതിരിക്കുകയാണ്. എല്ലാ അഡ്രസ്സും ഉണ്ട്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറി കാർഡ് ഉണ്ട്. പക്ഷെ വീട് മാത്രമില്ല. വീട് പണിത് വാടക കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം പറയാനായിട്ട് ഒരു സ്ഥലമില്ല ഞങ്ങൾക്ക് അത് ഇവിടെ തന്നെ കിട്ടിയിരിക്കണം. ഇവിടെ MLA വന്നിട്ടുണ്ടായി. MLA വന്ന് ബാത്റൂമിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെയുള്ളവരൊക്കെ കൂടി തടുത്തു കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളോടൊന്ന് പറഞ്ഞു പോയതാണ്. പോയപ്പോൾ തന്നെ MLAനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. 2018 വെള്ളം കയറിയിട്ട് ഞങ്ങൾ സമനിരപ്പിൽ കിടക്കുകയായിരുന്നു. എല്ലാം വീടും പെരയൊക്കെ ആന്ധ്രാമന്ത്രി വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കോളിലെടുത്ത് ഞങ്ങളെ അയച്ചു വിട്ടിട്ടാണ് ഞങ്ങൾക്ക് പെരയൊക്കെ വെച്ച് തന്നത്. അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾക്ക് വോട്ടിൻ്റെ സീസൺ വരുമ്പോൾ അത് ചെയ്തു തരാം, ഒന്നും ചെയ്തു തന്നിട്ടില്ല. സർക്കാർ പറയണത് എന്താ, ഇതൊക്കെ മാർക്കറ്റിന് ഇതിനൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ കടന്നിട്ട് ഞങ്ങളെവിടെ പോകും? ഇവിടെ ഇവർക്കുണ്ടായിരുന്ന വീടുകളും മറ്റും പ്രളയത്തിലായിരുന്നു തകർന്നത്. 2018-ൽ ആന്ധ്രയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു താൽക്കാലികമായെങ്കിലും ഇവർക്ക് വീടുകൾ വെച്ചു നൽകിയത്. ചെറിയ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന വീടുകളായിരുന്നു അന്ന് അവർക്ക് വെച്ചു നൽകിയിരുന്നത്. ഈ വീടുകളിൽ ശൗചാലയങ്ങൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിലെ 11-ാം വാർഡ് പാതാളം പഞ്ചായത്ത് കോളനിയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. 26 കുടുംബങ്ങൾ 45-50 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കാൻ ഒരു വീടോ ഇല്ല. 26 കുടുംബങ്ങളും ആശ്രയിക്കുന്നത് ഒരു പൊതു ശൗചാലയത്തെയാണ്. ഇവരുടെ ആവശ്യം നഗരസഭയുടെ ഇടപെട്ട് നഗരസഭയുടെ ഭൂമി 2 സെൻറ്റ് ഭൂമി സർക്കാർ ഇവർക്ക് പട്ടയമായി നൽകുകയും ലൈഫ് ഭവന പദ്ധതിയിലോ PMAY പദ്ധതിയിലോ പെടുത്തി അവർ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അവർക്ക് 2 സെൻറ്റ് ഭൂമിയും വീട് നിർമ്മിച്ച് നൽകണം എന്നാണ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം. പലയാവർത്തി സർക്കാരിനും സ്ഥലം MLAയ്ക്കും മുൻപിൽ ഇവരുടെ ദുരിതാവസ്ഥ പലപ്പോഴും കെട്ടഴിച്ചിട്ടുണ്ട്. ഗുരുതര അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട്. റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇവർക്കില്ല. തങ്ങളുടെ ദുരിത ജീവിതം ആരും കാണുന്നില്ലെന്ന പരിഭവമാണ് പഞ്ചായത്ത് കോളനിയിലെ നിവാസികൾക്കുള്ളത്. എനിക്ക് 2 സെൻറ്റ് ഭൂമി, വീട് വേണം. എനിക്ക് അടുത്തൊരു കക്കൂസ് വേണം. എനിക്ക് ആരുമില്ല പിടിച്ചുകൊണ്ട് പോകാനും, ബാത്റൂമിൽ പോകാനാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനും ആരുമില്ല. എനിക്ക് 2 സെൻറ്റ് വീട്, കക്കൂസ് വേണം. സ്വന്തമായി 2 സെൻറ്റ് സ്ഥലവും അടിച്ചുറപ്പുള്ള ഒരു വീടും ടോയ്ലറ്റുകളും മാത്രമാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.